ഹലോ. 2 ദിവസമായി കേരളം ചെന്താമര എന്ന് പറഞ്ഞൊരു വൃദ്ധൻ്റെ പിന്നാലെയാണ്. ഇനി ആരാണ് ഈ ചെന്താമര എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 2019 സരിത എന്ന പെൺകുട്ടിയെ തലയുടെ പുറകിൽ വെട്ടിക്കൊന്ന കൊലപാതക കേസിലെ പ്രതിയാണ് ചെന്താമര. അയാളന്ന് സരിതയെ കൊല്ലാനുണ്ടായ കാരണം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള പിണങ്ങാനുള്ള കാരണം ഈ സ്ത്രീയെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിനെ കൊന്നത്. അന്ന് അദ്ദേഹത്തിനോട് ഇത് ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തത് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അത് അയാൾ സജിതയെന്ന് കണക്കാക്കുകയും സജിതയെ കൊല്ലുകയും ചെയ്യുന്നു. ഈ സജിതയെ കൊല്ലുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 പേരെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു നടന്ന വേളയിലാണ് അദ്ദേഹം സജിതയെ കൊല്ലുന്നതും അദ്ദേഹം പിടിയിലാവുകയും അദ്ദേഹം ജയിലിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ കൊലക്കേസ് പ്രതിക്ക് 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ നീതിപീഠം ജാമ്യം കൊടുത്തു വിടുകയാണ്. ആ ജാമ്യത്തിലിറങ്ങിയ ആൾ അന്ന് കൊന്ന സജിതയുടെ ഭർത്താവിനെയും സജിതയുടെ അമ്മയെയും ഇന്ന് 2 ദിവസം മുന്നേ വെട്ടിക്കൊന്നു. വീണ്ടും സജിതയുടെ ഈ 2 പെൺമക്കൾ വീണ്ടും അനാഥരാവാനുള്ള കാരണം ഇവിടുത്തെ നീതിപീഠവും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതും, ആ ജാമ്യം കൊടുത്ത് അദ്ദേഹം നാട്ടിലിറങ്ങിയതിന് ശേഷം അദ്ദേഹം ഞാൻ ഇനിയും കൊല്ലുമെന്ന് പലരോടും പറഞ്ഞെന്ന് പറയപ്പെടുന്നു. അങ്ങനെ നാട്ടിലെ മെമ്പർ ആളുകളുടെയൊക്കെ ഒപ്പൊക്കെ വാങ്ങിയിട്ട് ഇദ്ദേഹം പ്രശ്നക്കാരനാണ്, ഇനിയൊരു പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് ആ പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതിരുന്നപ്പോഴാണ് ഇന്നിവിടെ 2 കൊലപാതകം നടന്നതും ആ 2 പെൺകുട്ടികൾ വീണ്ടും അനാഥരായതും. ആ 2 പെൺകുട്ടികൾ പത്രക്കാരോടും ഇവിടുത്തെ ഈ നാട്ടിലെ നീതിപീഠങ്ങളോടും ചോദിച്ച ചോദ്യം നമ്മളടുത്ത് ഓരോരുത്തരോടുള്ള ചോദ്യമാണ്. വീണ്ടും അവർ ഇറങ്ങി ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് പോലീസിലേക്ക് അവരെ സമീപിച്ചിട്ട് ആ പോലീസ് സംരക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികൾ അനാഥമാവുമായിരുന്നു. ഇന്ന് അച്ഛൻ്റെ അമ്മയും അവരെ സംരക്ഷണയിലുണ്ടായിരുന്ന അച്ഛൻ്റെ അമ്മയും മരിച്ചപ്പോൾ ഇന്ന് ഈ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പറയുന്നു, ആ പെൺകുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും. എന്ത് നൽകി സംരക്ഷിക്കും? ആദ്യം അമ്മയെ നഷ്ടപ്പെട്ട് 5 വർഷം മുന്നേ അമ്മയെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അച്ഛൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നതിന് ഞാനും നിങ്ങളും ഓരോരുത്തരും കാരണക്കാരായതിനു ശേഷം ഇനി ആ പെൺകുട്ടികളെ സംരക്ഷിക്കുമെന്ന് പറയുന്നതിൽ എന്താണ് ഈ നീതിപീഠത്തിൻ്റെ എന്ത് ബാധ്യതയാണ് നമുക്ക് ആ കുട്ടികളോട് പറയാനുള്ളത്? ആ കുട്ടികളുടെ ചോദ്യത്തിന് പറയാതെ കേരളം പകച്ചു നിൽക്കുകയാണ്. ഇന്ന് കാടും പുഴകളും താണ്ടി ചെന്താമര എന്ന കൊലക്കേസ് പ്രതിയെ 3 പേരെ കൊന്ന കൊലക്കേസ് പ്രതിയെ നാട്ടുകാരും ചിലപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി 3-ാമത്തെ ദിവസമാണ്, ഇനി കൂടുതൽ അദ്ദേഹത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന് പിടിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ട്. പോലീസ് എൻ്റെ അടുത്തെത്തി എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു സ്ത്രീയെ കൊന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ജാമ്യം കൊടുത്ത, ഇവിടെ സാധാരണ നിസ്സാരമായൊരു കേസിൽ ഒരാൾക്ക് ജാമ്യത്തിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് പോലീസ് അവരെ ജാമ്യത്തിൽ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാറുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത് ആദ്യം ജയിലിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇനി ഞാൻ 2 പേരെ കൊല്ലുമെന്ന് പറയുകയും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇനി 2 പേരെ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടും പോലീസിൽ പരാതി കൊടുത്തിട്ടും ആ കുടുംബത്തെ സംരക്ഷിക്കാതെ 2 പേരുടെ കൊലയ്ക്കും ആ 2 പെൺമക്കളുടെ അനാഥത്വത്തിനും കാരണമാക്കിയത് ഇവിടുത്തെ സർക്കാരും ഈ സംവിധാനവും ഈ നീതിപീഠങ്ങളും നാം ഓരോരുത്തരുമാണ്.